കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ഡിഫാൾട്ട് ട്രാൻസിഷൻ ഡ്യൂറേഷൻ 1 സെക്കൻഡായി സെറ്റ് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. പാൻ ആൻഡ് സൂമിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ച ശേഷം ഈക്വൽ സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ഓരോ ഇമേജുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ 6 ഇമേജുകളാണ് നാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇമേജുകൾക്ക് നടുവിലുള്ള ഈ ട്രാൻസിഷൻ പോയിന്റുകളിലേക്ക് വേണ്ട എഫക്റ്റുകൾ നൽകുന്നതിന് ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും വൈപ്പ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ലൈൻ വൈപ്പ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ വൈപ്പ് സെലക്ട് ചെയ്യുക. വ്യത്യസ്ത രീതിയിലുള്ള 10 എഫക്റ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. രണ്ടാമത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ വൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഈ എഫക്റ്റ് നൽകാം. ഈ രീതിയിൽ ഓരോ ട്രാൻസിഷൻ പോയിന്റുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നാം 1ഉം 2ഉം എഫക്റ്റുകൾ മാത്രമാണ് ഓരോ പോയിന്റുകളിലേക്കും മാറി മാറി നൽകുന്നത്. ഇവിടെ എല്ലാ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും എല്ലാ ഇമേജുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട വിധം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലെ ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്നും ഈ വീഡിയോ ലെയർ ടെംപ്ലേറ്റിലെ മാസ്കിന്റെ സൈസിന് അനുസൃതമായി മാറ്റിയെടുക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ വീഡിയോ ലെയർ മാസ്കിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ആവശ്യമായ ഒരു ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ആദ്യത്തെ പ്രോജക്റ്റ് ലെയറിന്റെ ലെങ്തിന് അനുസൃതമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.